എലിമിനേഷനകത്ത് നിന്ന് കാർഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ഷുവർ ആണല്ലേ? എന്നാ ഇന്ന് നമുക്ക് കാർഡ്സ് റിലേറ്റഡ് ആയിട്ട് ഒരു പ്രോബ്ലം ചെയ്താലോ? നോക്കിക്കേ, ഇത് നമ്മുടെ മാർച്ച് 2016 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്കിനായിരുന്നു ചോദിച്ചിരുന്നത്. നോക്കിക്കേ, എന്താണ് ചോദിച്ചേക്കുന്നത്? വാട്ട് ഇസ് ദ നമ്പർ ഓഫ് വേസ് ഓഫ് ചൂസിങ് 4 cards from a pack of 52 cards provided all 4 cards belongs to 4 different suits. അപ്പൊ നോക്കിക്കേ, ആദ്യം തന്നെ നമുക്കറിയാം ടോട്ടൽ നമുക്ക് 52 കാർഡ്സ് 52 കാർഡ്സ് ആണുള്ളത്. അപ്പൊ നോക്കിയേ, നമുക്ക് ഈ 52 കാർഡ്സ് എത്ര സ്യൂട്ട്സ് ആണുള്ളത്? 4 സ്യൂട്ട്സുകളാണ് നമുക്ക് ഉള്ളത്. അതിൽ ഓരോ സ്യൂട്ടിലും 13 കാർഡ്സ് വെച്ചായിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുന്നത്. ഈ കാർഡ്സിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ലായിരുന്നോ? യെസ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മളോട് പറയാണ് ഈ 52 കാർഡ്സ് 52 കാർഡ്സിനകത്തുനിന്ന് ഒരു 4 കാർഡ്സ് നമ്മൾ എടുക്കുകയാണ്. ഇതിൽ ഓരോ കാർഡ്സും 4 ഡിഫറെന്റ് സ്യൂട്ട്സിൽ നിന്നാണെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മുടെ നമ്പർ ഓഫ് വേസ് ഓഫ് ചൂസിങ് എന്ന് ചോദിച്ചേക്കാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു സ്യൂട്ടിൽ നിന്ന് ഒരു കാർഡ് നമ്മൾ സെലക്ട് ചെയ്യുവാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ നമ്പർ ഓഫ് വേസ് ഓഫ് സെലക്ടിങ് 1 കാർഡ് ഫ്രം എ സ്യൂട്ട്? എന്തായിരിക്കും? യെസ്, 13C1 ആയിരിക്കും അല്ലെ? എന്താണ്? 13C1 ആയിരിക്കും. 13C1 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈക്വൽ ടു 13 ആയിരിക്കും. ഈക്വൽ ടു 13 ആയിരിക്കും. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഫൈൻഡ് ദ നമ്പർ ഓഫ് വേസ് ഓഫ് സെലക്ടിങ് 1 കാർഡ് ഈച്ച് ഫ്രം 4 സ്യൂട്ട്സ്. അപ്പൊ 4 കാർഡ് എടുക്കുമ്പോൾ 4 കാർഡ് ഓരോ സ്യൂട്ട്സിൽ നിന്ന് വരുന്ന രീതിയിൽ. അപ്പൊ എന്താ വരുന്നത്? യെസ്, 13C1 into 13C1 into 13C1 into 13C1 എന്ന് പറയും. 4 സ്യൂട്ട്സിലെ. യെസ്. അപ്പൊ അതായത് എന്താണ് വരുന്നത്? ഒരു 13C1 എന്ന് പറയുന്നത് 13 ആണ് അല്ലെ? അപ്പൊ നോക്കിയേ, നമുക്ക് എന്തായിരിക്കും വരുന്നത്? 13 വരും. 13 എത്ര മക്കളെ ആൻസർ വരുന്നത്? യെസ്, 28,561 നമുക്ക് ആൻസർ കിട്ടും. അപ്പം ഈ ക്വസ്റ്റ്യൻ സെറ്റ് അല്ലേ?